അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളൊക്കെ വഴിയിൽ നിന്ന് വീണ് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, ചില ആൾക്കാർ പള്ളിപ്പെട്ടിയിലൊക്കെ കൊണ്ടുപോയിടാറുണ്ട്. ഇനി പള്ളിക്കന്ന് കിട്ടുന്ന കാശ് തന്നെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ മുമ്പൊരു വ്യക്തി ഒരു സ്വർണത്തിൻ്റെ മോതിരം കിട്ടി, സ്വർണത്തിൻ്റെ ഒരു ചെറിയ മോതിരം. അപ്പോൾ ഞാനങ്ങ് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ അത് പള്ളിപ്പെട്ടിയിലിടണം. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്തേ, അത് ആളില്ലാത്തതല്ലേ? അപ്പോൾ പൊതുവെ ആളുകൾ കരുതി വെച്ചിട്ടുള്ളത് ആളില്ലാത്തതൊക്കെ പള്ളിപ്പെട്ടിയിലിട്ട ആ പ്രശ്നം കഴിഞ്ഞു എന്നാണ്. അപ്പോൾ വീണ് കിട്ടിയ സാധനം എന്താ ചെയ്യണ്ടേ? അതിൻ്റെ ഒരു ഇസ്ലാമിക മാനദണ്ഡം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ? നമ്മൾക്കൊരു സാധനം വീണ് കിട്ടിക്കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്നതാണെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ഇതിനെ ഉടമപ്പെടുത്തി എന്ന് പറയണം. തമല്ലക്തു, ഞാൻ അത് മിൽക്കാക്കി എന്ന് പറയണം, ഉടമപ്പെടുത്തി. ഇതെന്തിനാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വഴിയിൽ നിന്ന് കിട്ടുന്ന സാധനമല്ല, ചക്കയോ മാങ്ങയോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു നശിച്ചു പോകുന്ന ഒരു സാധനം കിട്ടുകയാണെങ്കിൽ അത് നശിച്ചു പോകുന്ന കണ്ട എനിക്ക് ഉപയോഗിക്കാം, നശിക്കാൻ വിടണ്ട. പിന്നെ അതിൻ്റെ ഉടമസ്ഥൻ വന്നാൽ ഞാൻ എന്താക്കണം? കൊടുക്കണം. ഒന്നിരിക്കും അതിൻ്റെ വില കൊടുക്കണം, അല്ല അതേപോലത്തെ വാങ്ങി കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൻ്റെ പരിഹാരം ചെയ്യണം. അതിനാണ് ഞാൻ ഉടമപ്പെടുത്തി എന്ന് പറയുന്നത്. ആ ഉടമപ്പെടുത്തി എന്ന് പറയാതെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഞാൻ അതിൻ്റെ ഉടമസ്ഥനാകണം. ഇനി അടുത്തത്, കേട് വരാത്ത സാധനമാണെങ്കിൽ, കേട് വരാത്ത സാധനം എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ കിട്ടി, ഇതിപ്പോൾ 2 ദിവസം വെച്ചാൽ അല്ലെങ്കിൽ ഒരു 4 മാസം വെച്ചാലും കേട് വരാത്ത സാധനം. ഇതേപോലത്തെ ഒരു സാധനം, മൊബൈൽ, വാച്ചൊക്കെ കിട്ടാറുണ്ടല്ലോ, ചിലപ്പോൾ ക്യാഷ് കിട്ടാറുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ അത് നമ്മൾ ആളുകൾ കൂടുന്ന സ്ഥലത്ത് പരസ്യം ചെയ്യണം. പള്ളി പോലത്തെ, അങ്ങാടി പോലത്തെ സ്ഥലത്ത് എഴുതി വെക്കുക, ഇന്നാലിന സാധനം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പണം കിട്ടിയിട്ടുണ്ട് എഴുതി വെക്കുക. എന്നിട്ട് 1 കൊല്ലം വരെ നമ്മൾ കാത്തിരിക്കണം. 1 കൊല്ലം വരെ കാത്തിരിക്കുക. എന്നിട്ട് ഉടമസ്ഥൻ വന്നിട്ടില്ലെങ്കിൽ ഇതേപോലെ ഞാൻ ഉടമപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉപയോഗിക്കാം. വാച്ചാവട്ടെ, ഫോണാകട്ടെ, ക്യാഷ് ആവട്ടെ, എനിക്ക് ഉപയോഗിക്കാം. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് 4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉടമസ്ഥനെ കണ്ടെത്തി കഴിഞ്ഞാൽ അന്നത് തിരിച്ചു കൊടുക്കുകയും വേണം. ക്യാഷോ ഫോൺ എന്തോ ആയിക്കോട്ടെ, തിരിച്ചു കൊടുക്കണം. ഇനി കിട്ടിയ സാധനം വിലയില്ലാത്ത, സാധാരണ വില വെക്കപ്പെടാത്ത എന്തോ ചില്ലറ ക്യാഷാണ് കിട്ടിയ, ഒരു 10 രൂപ എന്നൊക്കെ നിസ്സാരമാണ്, അല്ലെങ്കിൽ എന്തോ ജനങ്ങൾ വല്ലാതെ വില വെക്കാത്ത സാധനങ്ങൾ, അങ്ങനത്തതാണെങ്കിൽ ഇതേപോലെ ഉടമപ്പെടുത്തി എന്ന് പറയാം, എനിക്ക് പെട്ടെന്ന് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷെ അതിലൊക്കെ വിഷയം എന്താ വെച്ചാൽ, ഒരു സമയത്ത് മുതലാളി വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ ഉടമസ്ഥൻ വന്നു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ കൊടുക്കൽ നിർബന്ധമായിട്ട് വരും. അതേപോലെ വീണ് കിട്ടിയ സാധനം ഒരു കാരണവശാലും നമ്മളത് പൊക്കരുത്. ആ സ്ഥലത്തുനിന്ന് പൊക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉടമസ്ഥനായിട്ട് വരും. അപ്പോൾ ഈ ഒരു വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.